കാൽവരിയുടെ നെറുകയിൽ നിന്ന് പുറപ്പെട്ട കരുണയുടെ ഉറവ. അതിന്നും നമ്മൾ മതിവരുവോളം പാനം ചെയ്യുന്ന കർത്താവിൻ്റെ കരുണയെ നമ്മൾ സ്വീകരിക്കുന്ന ഈ കരുണയുടെ ആലയത്തിൽ കരുണയുടെ നവനാൾ നമ്മൾ ആചരിക്കുകയാണ്. ഈശോയിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് പുതുഞായറാഴ്ച ആചരിക്കുന്ന ദിവസമാണല്ലോ. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നാം എല്ലാവരും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. കാരണം തോമാസ് ശ്ലീഹ വിശ്വാസം നമ്മുടെ പിതാവാണ്. മാർ വാലാഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്. ഈശോയാണ് എൻ്റെ കർത്താവും ദൈവവും എന്നുള്ള ആ യാഥാർത്ഥ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് തോമാസ് ശ്ലീഹ പൂർണ്ണമായിട്ടും തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. ഈശോയുടെ മരണശേഷം ശിഷ്യന്മാർ ഭയപ്പെട്ട് കതകടച്ച് മുറിയിലിരിക്കുന്ന അവസരത്തിൽ ഈശോ കടന്നു വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ആഴ്ചയിൽ തോമാസ് ശ്ലീഹ ഉള്ള അവസരത്തിൽ കർത്താവ് വരുന്നുണ്ട്. എന്നിട്ട് കർത്താവ് തോമാസ് ശ്ലീഹായോട് പറയുന്നു, തോമസേ, നീ എൻ്റെ അടുത്ത് വരിക, എൻ്റെ കയ്യിലെ മുറിവുകൾ, എൻ്റെ മാർവിടത്തിലെ മുറിവുകൾ നീ കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാസ് ശ്ലീഹ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, കർത്താവിൻ്റെ തിരുമുറിവുകൾ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. വിശ്വാസത്തിലേക്ക് തോമാസ് ശ്ലീഹായെ കൊണ്ടുവരുവാൻ വേണ്ടി തോമാസ് ശ്ലീഹായുടെ സാക്ഷ്യമെന്ന് വേണേൽ പറയാം, അത് ഏറ്റെടുക്കുവാൻ കർത്താവ് തയ്യാറായി. ഇവിടെ കർത്താവിൻ്റെ ആ കരുണാപൂർവമായ അല്ലെങ്കിൽ കാരുണ്യത്തോടെയുള്ള മനോഭാവം, സ്നേഹത്തോടെ തോമാസ് ശ്ലീഹായെ സ്വീകരിക്കുന്ന ആ മനോഭാവം നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു തരും എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് തോമാസ് ശ്ലീഹായ്ക്കുണ്ടായ ഈ അനുഭവം. തോമാസ് ശ്ലീഹ കർത്താവിനെ കണ്ട് കർത്താവിൽ നിന്ന് ശക്തി സംഭരിച്ച് കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ച വ്യക്തിയാണ്. ഈശോ തോമാസ് ശ്ലീഹായെ വിളിക്കുന്നത് തൻ്റെ വിലാപ്പുറത്തെ ആ മുറിവ് കാണുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ മുറിവ്, ആ തിരുഹൃദയം, അവിടെ നിന്ന് വിലാപ്പുറത്തു നിന്നും രക്തവും ജലവും ഒഴുകി എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അഗസ്തീനോസ് പറയുന്നത് പോലെ, സഭപിതാക്കന്മാർ പറയുന്നത് പോലെ, സഭയുടെ ആരംഭം കർത്താവിൻ്റെ വിലാവിൽ നിന്നാണ്. രക്തവും ജലവും അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും മാമോദീസായുമാണ്. വിശുദ്ധ കുർബാനയിലൂടെയും മാമോദീസായിലൂടെയുമാണ് സഭ ഉത്ഭവിച്ച് അത് വളരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തോമാസ് ശ്ലീഹായുടെ ഈ ദൈവാനുഭവം. തോമാസ് ശ്ലീഹ ഈശോയുടെ വിലാവിൽ സ്പർശിച്ചപ്പോൾ ആ രക്തവും ജലവും അവിടുന്ന് പുറപ്പെട്ട ആ സ്ഥലത്ത് തന്നെയാണ് തോമാസ് ശ്ലീഹ സ്പർശിക്കുന്നത് നമുക്ക് കാണുന്നത്. നാം സുവിശേഷത്തിൽ തോമാസ് ശ്ലീഹ മാത്രമേ കർത്താവിൻ്റെ വിലാവിൽ സ്പർശിച്ചതായി നാം കാണുന്നുള്ളൂ. കർത്താവ്
ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് പല സമയങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തിബേരിയസ് കടൽ തീരത്തും അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആരോടും കർത്താവ് പറയുന്നില്ല, എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുക എന്ന് പറയുന്നില്ല. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ച ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, തോമാസ് ലീഹയാണത്. അങ്ങനെയെങ്കിൽ ഈ തോമാസ് ലീഹ വിശ്വാസത്തിൻ്റെ പിതാവെന്ന നിലയിൽ സഭയുടെ ആരംഭം കർത്താവിൻ്റെ വിലാവിൽ നിന്നാണെങ്കിൽ ആ കർത്താവിൻ്റെ ആ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യന്മാരെ പോലെ ഭാരതത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലും അതോടൊപ്പം തന്നെ ജനതകളുടെ പ്രകാശം എന്ന വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിലും പറഞ്ഞിരിക്കുന്നത്, ക്രൂശിതനായ ഈശോയുടെ തുറക്കപ്പെട്ട വിലാപ്പുറത്തു നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും സഭയുടെ ആരംഭത്തെയും വളർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുരിശിൽ മരണത്തിൻ്റെ ഉറക്കമുറങ്ങുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ എന്ന മഹാനീയ കൂദാശ ജന്മമെടുക്കുന്നത്. ഇവിടെ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, ഈശോയുടെ പാർശ്വത്തിലേക്ക് കരം കൊണ്ടുവന്ന് സ്പർശിക്കുവാൻ തോമാസ് ലീഹായുടെ കർത്താവ് പറയുമ്പോൾ സഭയിലേക്ക്, സഭയുടെ കൂദാശകളിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പുതിയ ഞായറാഴ്ച തിരുനാൾ വിശ്വാസ പ്രഘോഷണത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും തിരുനാൾ മാത്രമല്ല, ഈശോയുടെ കാരുണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് സഭയെ ക്ഷണിക്കുന്ന ഒരു തിരുനാൾ കൂടിയാണ്. അപ്പോൾ സഭയുടെ കരുണയുടെ മുഖം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ കരുണയുടെ തിരുനാൾ ദിവസം, അല്ലെങ്കിൽ പുതിയ ഞായറാഴ്ച ദിവസം. 2000 ആണ്ട് ജൂബിലി വർഷത്തിൽ ജോൺ പോൾ II മാർപ്പാപ്പ അന്ന് ഫൗസ്റ്റീനായ സിസ്റ്ററിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായിട്ട് എല്ലാ സ്ഥലത്തും ആചരിക്കണമെന്ന്. 1936 സെപ്റ്റംബർ 24 വിശുദ്ധ ഫൗസ്റ്റീനായ്ക്കുണ്ടായ സന്ദേശത്തിൽ, അല്ലെ ദർശനത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ കരുണയുടെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ദിവസം ആചരിക്കണമെന്ന്. 1936 പറഞ്ഞ കർത്താവിൻ്റെ സന്ദേശം അത് സഭയിൽ പ്രാവർത്തികമാകുന്നത് 2000 ആണ്ടിൽ ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. 2001 ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതിയ ഞായറാഴ്ച മുതൽ ആഗോള സഭയിൽ ഈ തിരുനാൾ ആചരിച്ചു തുടങ്ങി, കരുണയുടെ തിരുനാൾ ആചരിച്ചു തുടങ്ങി. നമ്മളിവിടെ ഇന്ന് ഈ കരുണയുടെ ആലയത്തിൽ, ഡിവൈൻ മേഴ്സി സെൻറ്ററിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് നമുക്കിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാരാണ്. ദൈവം തൻ്റെ സ്നേഹവും കാരുണ്യവും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ ഈശോ ലോകത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ ഈ സന്ദേശം ലോകത്തിലെല്ലാവർക്കും അത് പങ്കുവയ്ക്കുവാൻ അവിടുന്ന് മനസ്സായി ലോകത്തിലേക്ക് വന്നു. ഇന്ന് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് നാം ഓരോരുത്തരുമാണ്. കാരണം തോമാസ് ലീഹ കർത്താവിൻ്റെ ഈ ദിവ്യ അനുഭവം ലഭിച്ചതിന് ശേഷം ധൈര്യത്തോടു കൂടി വിദൂരമായ ഇന്ത്യയിലേക്ക് വരുവാൻ തയ്യാറായി. അതിൻ്റെ കാരണം ഈശോ പറഞ്ഞിരുന്നു, തൻ്റെ ദൗത്യം, തൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തെപ്പറ്റി സുവിശേഷം ലോകമെങ്ങും അറിയിക്കണം. ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശം അതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. ആദ്യം ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ കർത്താവ് ഉത്ഥാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ധൈര്യമുണ്ടായി.
അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വിലാവിൽ സ്പർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച തോമാസ് ലീഗ ഏറെ ധൈര്യത്തോടുകൂടി വിദൂരങ്ങളിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മനസ്സ് വെച്ചു എന്നുള്ളതാണ് നാം കാണുന്നുണ്ട്. അതിനുശേഷം അപ്പസ്തോലന്മാർ ഒരുമിച്ച് ആയിരുന്നപ്പോൾ സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നവർ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമാണ് തോമാസ് ലീഗ ഭാരതത്തിലേക്ക് വന്നത്. എങ്കിലും തോമാസ് ലീഗയ്ക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ഏറെ അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ അത് മറ്റൊരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള വലിയ സന്തോഷവും വലിയ തീഷ്ണതയും ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ തോമാസ് ലീഗ തൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ആ സ്നേഹവും കാരുണ്യവും അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് പകർന്നു തരുവാനായിട്ട് ഈ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. ആ തോമാസ് ലീഗയെ നമുക്ക് ഇന്ന് അനുസ്മരിക്കുന്നതോടൊപ്പം ഈ കരുണയുടെ തിരുനാളെന്ന നിലയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കൂടുതൽ അറിയുവാനും ആ അനുഭവത്തിലേക്ക് വരുവാനുള്ള ഒരവസരം കൂടിയാണിത്. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചു. അത് രോഗികളെ സുഖപ്പെടുത്തുന്നതിലൂടെ, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിലൂടെ, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വിശക്കുന്നവരെ അപ്പം കൊടുത്ത് തൃപ്തരാക്കുന്നതിലൂടെയൊക്കെ ആ ദൗത്യം ഈശോ നിർവഹിച്ചു. ബൈബിളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ പരമ്പര തന്നെ ബൈബിളിൽ കാണാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഞാൻ ഓർക്കുന്നത് കരുണ എന്നുള്ള ആ ഒരു വാക്ക് 339 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനമായി ദൈവം നൽകുന്നത്. ഈ കരുണയുടെ വക്താക്കളാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ ദൗത്യവും ഇതുതന്നെയായിരുന്നു. ആ കരുണയുടെ വക്താക്കളായിട്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കും മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഈ കരുണയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ആ തിരുനാൾ ദിവസം അത് അനുരഞ്ജനത്തിൻ്റെ ഒരവസരം കൂടിയാണ്. കാരണം പഴയ നിയമത്തിൽ ദൈവം വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരികെ അവരെ കൊണ്ടുവരുവാനായിട്ട് പ്രവാചകന്മാരിലൂടെ ദൈവം അങ്ങനെ ആ ജനങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഈ ദൗത്യം സഭയാണ് ഏൽപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനത്തെ തിരികെ കൊണ്ടുവരുവാനായിട്ട് അനുരഞ്ജന കൂദാശ ദൈവം നൽകുന്നുണ്ട്, സഭയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കരുണയുടെ തിരുനാൾ ദിവസം കുമ്പസാരിച്ച് മാനസാന്തര മനോഭാവത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ദിവസം ദൈവം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതോടൊപ്പം തന്നെ തോമാസ് ലീഗ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തിയത് മുതൽ ഈ കരുണയുടെ പ്രഘോഷകനായി ഭാരതത്തിലേക്ക് വരികയും ഈ ദൗത്യം നമ്മെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. നാം ബൈബിളിൽ പലപ്പോഴും ദൈവം കാരുണ്യവാനാണ്, ദൈവം കരുണയിൽ സമ്പന്നനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1980 ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ദീവസ് ഇൻ മിസരിക്കോർദിയ, കരുണാസമ്പന്നൻ, കരുണയിൽ സമ്പന്നനായ ദൈവം ഒരു അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 മിസരിക്കോർദിയ എത്ത് മിസേര, കരുണയും കരുണാർഹതയും എന്നുള്ള ഒരു അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നാം എല്ലാവരും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാണെന്നും ആ ദൈവത്തോട്
കരുണ യാചിക്കുമ്പോൾ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ 2 തിരുനാളുകൾ, പുതു ഞായറാഴ്ച തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആ ഓർമ്മയും അതുപോലെ കരുണയുടെ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കുന്നത് വളരെ അർത്ഥവത്താണ് എന്ന് നമുക്ക് പറയാം. കാരണം തോമാസ് ശ്ലീഹ കാരുണ്യത്തിൻ്റെ സുവിശേഷം കൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്നത്. ആഗോള സഭയിൽ ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് മാർപ്പാപ്പ ജോൺ പോൾ II ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശിച്ചപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട തിരുനാളുകളായിട്ട് ആചരിക്കുന്നു. അത് വളരെ അർത്ഥവത്താണ്. കാരണം ഈ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അത് വലിയ ഒരു സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു, വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിരുന്നു. അതുപോലെ തന്നെയാണ് കരുണയുടെ കർത്താവിൻ്റെ ആ ഛായാചിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രണ്ടിൻ്റെയും അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. തോമാസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പൂർണ്ണമായിട്ടും ദൈവത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ പ്രഖ്യാപനമാണത്. അതുപോലെ തന്നെയാണ് ഛായാചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, എനിക്ക് വേറെ ശരണമൊന്നുമില്ല, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരേ സന്ദേശം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ 2 തിരുനാളുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട തിരുനാളുകളാണ്. അപ്പോൾ ഈ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സഭയിലെ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ദൗത്യം കൂടി നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. നാം ഇപ്പോൾ വളരെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ക്രമത്തിൽ, അതോടൊപ്പം തന്നെ യാമപ്രാർത്ഥന, നവീകരിച്ച യാമപ്രാർത്ഥനയിലൊക്കെ ഈ കരുണയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ കരുണ നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഒത്തിരിയേറെ ഉണ്ട്. നാം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അറിയാം, മിക്കവാറും എല്ലാ പ്രാർത്ഥനയിലും കർത്താവെ കരുണയായിരിക്കണമേ, കാരുണ്യവാനായ കർത്താവെ, കൃപാസമ്പന്നനായ കർത്താവെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ കാറുസുത പ്രാർത്ഥന, പ്രഘോഷണ പ്രാർത്ഥനയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മറുപടിയായിട്ട് എല്ലാ കാലങ്ങളിലും, നമുക്കറിയാമല്ലോ, ഈ ആരാധന മത്സരത്തിലെ പല കാലങ്ങളുണ്ട്, എല്ലാ കാലങ്ങളിലും കൊടുത്തിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ യാമപ്രാർത്ഥനയിലും റംസ പ്രാർത്ഥനയും അവിടെ തന്നെ ലലിയ പ്രാർത്ഥനയിലൊക്കെ കൊടുത്തിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം കാരുണ്യവാനായ കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്നും കർത്താവിൻ്റെ കരുണയിലേക്ക് എല്ലാവരും വരണമെന്നുമാണ്. ഫൗസ്തീനായുടെ ഡയറിയിൽ പറയുന്നുണ്ട്, എത്ര പാപിയായ മനുഷ്യനാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അവന് തീർച്ചയായിട്ടും ദൈവം അവന് പാപമോചനം നൽകുകയും നിത്യസൗഭാഗ്യത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യും. അവൻ പൂർണ്ണമായി നശിച്ചു പോവുകയില്ല, അല്ലെങ്കിൽ അവൻ നരകത്തിന് അർഹനായി തീരുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അത് പാപത്തിൽ ജീവിക്കുന്നതായിരിക്കും അല്ല ഉദ്ദേശിക്കുന്നത്, പാപത്തിൽ നിന്ന് മാറി അനുരഞ്ജനത്തിലേക്ക് വന്ന് മനസ്താപത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിത്യമായി നശിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. അങ്ങനെയെങ്കിൽ ഈ കരുണയുടെ വക്താക്കളാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ നമുക്കറിയാം. കാരുണ്യ പ്രവൃത്തികൾ 14 അത് നമുക്കറിയാവുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഈ കാരുണ്യ പ്രവൃത്തികളിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് പറയുന്നുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവൻ എൻ്റെ വചനമനുസരിച്ച് ജീവിക്കും, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവന് ഒരിക്കലും നിത്യനാശത്തിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കുന്നു. വചനം പാലിക്കുന്നവന്, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവർ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരായിത്തീരും. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ
ദൈവത്തിൻ്റെ കാരുണ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ കരുണയുടെ തിരുനാളും പൊതുഞായറാഴ്ചയുമൊക്കെ ആചരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, നാം എപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും സ്വീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ എപ്രകാരം നാം മറ്റുള്ളവരോടും സ്നേഹത്തോടെ കരുണയോടെ പ്രവർത്തിക്കുന്നു. ഈശോ പറഞ്ഞിട്ടില്ലേ, നീയും അതുപോലെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൗത്യം ഇതാണ്. നമുക്ക് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹം തന്നിട്ടുണ്ട്. നമ്മളോട് ഒത്തിരി കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പോൾ നാം എത്ര ബലഹീനരാണെങ്കിലും എത്ര പാപിയാണെങ്കിലും ദൈവം നമ്മോട് കരുണ കാണിക്കുന്നുണ്ട്. അതുപോലെ നാം മറ്റുള്ളവരോടും കരുണ കാണിക്കണം. അതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശമായിട്ട് ദൈവം നമ്മോട് പറയുന്നത്. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന ആ വലിയ അവസരം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വക്താക്കളായി നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ഫൗസ്തീനയെ കുറിച്ച് പറയുന്നത്, വിശുദ്ധ ഫൗസ്തീന കരുണയുടെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച്, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് കരുണയുടെ മധ്യസ്ഥൻ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മെക്കുറിച്ച് തന്നെ പറയാം, കരുണയുടെ പ്രഘോഷകരെന്ന് പറയാം. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ കരുണയുടെ പ്രഘോഷകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുവഴിയായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹം ദൈവം നമുക്ക് നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷ വഴിയായിട്ട് അനേകർ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാനും അങ്ങനെ ആ നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഈ ലോകത്തിലെ ജീവിതമല്ല. ഈ ലോകത്തിലെ ജീവിതം ദൈവഹിതാനുസരണം ജീവിച്ച് നിത്യ സൗഭാഗ്യം എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ കാരണം, പിതാവായ ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുവാനും, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും, ആ കരുണയും സ്നേഹവുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വീണ്ടും വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ വഴിയൊരുക്കുവാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് വീണ്ടും വരും. ആ പ്രത്യാശയോടെ നമുക്ക് പോകാം. കർത്താവ് ഇപ്പോൾ കാരുണ്യവാനായ കർത്താവാണ്. പക്ഷേ വീണ്ടും വരുന്ന കർത്താവ് വിധിയാളനായ കർത്താവാണ്, നീതിവിധിയുടെ കർത്താവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനുള്ള അവസരമാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും ആ ദൈവകാരുണ്യത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാനുമുള്ള നല്ല അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് നിത്യജീവിതത്തിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
മഞ്ഞയടിഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ളവരെ, ദൈവകരുണയുടെ തിരുനാൾ ദിനമായി ഇന്ന് ഈ പുതു ഞായറാഴ്ച ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്ന സമയമാണ്. ദൈവകരുണയുടെ വിശുദ്ധ സ്ഥലമായ തൊടുപുഴ ഡിവൈൻ മേഴ്സിയിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയുടെ വലിയ കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ച് നമ്മളെല്ലാവരുമായിരിക്കുകയാണ്. നന്ദിയോടെ ആരാധനയോടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കാകാം. ദൈവം നമുക്ക് തന്നതെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നന്ദിയോടെ ആരാധനയോടെ നമുക്കാകാം. ഇന്ന് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:27 നമ്മളിങ്ങനെ വായിക്കും. സ്വർഗം നൽകുന്നില്ലെങ്കിൽ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. സ്വർഗം നമുക്ക് നൽകണം. കരുണയുടെ ഇരിപ്പിടം സ്വർഗമാണ്. സ്വർഗം നമ്മളിലേക്ക് തുറക്കപ്പെടണം. സ്വർഗത്തിലെ കരുണ മുഴുവൻ നമ്മളിലേക്ക് ഒഴുകണം. ആ കരുണയുടെ വലിയ പ്രവാഹത്തിൽ നമ്മളെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടണം. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഇല്ലായ്മകളും എല്ലാം ഈ ദൈവകരുണയിൽ അലിഞ്ഞു തീരണം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ആഗ്രഹത്തോടെ സ്നേഹത്തോടെ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോയെ നോക്കി വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ, ദൈവകരുണയുടെ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു: നിനക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ സാമർഥ്യമല്ല, നിന്റെ കണക്കുകൂട്ടലല്ല, മറിച്ച് നിന്റെ ദേവാലയത്തിലെ ദിവ്യകാരുണ്യീശോ തൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യരശ്മികൾ നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും അയച്ചപ്പോൾ അതിന് രൂപഭാവഭേദങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് നമുക്കോർക്കാം, നമുക്ക് ലഭിച്ചതെല്ലാം അവൻ തന്നതാ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിയതാ. നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാ.
ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകി നമ്മളിലേക്ക് വന്നതാ. നന്ദിയോടെ നമുക്കാകാം, എല്ലാം മറന്ന് നമുക്കാകാം. ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് വിശുദ്ധ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നമുക്ക് ഇവിടെ നിന്ന് പോകണ്ട, ഇവിടെ നമുക്കാകാം, ഇവിടെ ആയിരിക്കാം, നമുക്ക് കൂടാരം കെട്ടാം. ഈ സമയം ഈശോയെ നോക്കി ഈ ദൈവകരുണയുടെ തിരുനാൾ ദിനം നമുക്കും പറയാം, തമ്പുരാന്റെ കൂടെ ആകാം, നമുക്ക് പ്രവേശിക്കാം ഒരു കൂടാരത്തിൽ. അത് ദൈവകരുണയുടെ കൂടാരമാണ്, ദിവ്യകാരുണ്യത്തിന്റെ കൂടാരത്തിൽ ഞാനും എൻ്റെ ഈശോയും. ബാക്കിയെല്ലാം നമുക്ക് മറക്കാം, നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകളെല്ലാം മറക്കാം. തമ്പുരാനോട് കൂടെയായി ദൈവം തന്ന എല്ലാ കൃപകളും നന്ദിയോടെ ഓർത്ത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യോഗ്യത നോക്കാതെ ഭക്ഷിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് മനം നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് നമുക്കാകാം. ദൈവമേ, സ്വർഗം തുറക്കണമേ, കരുണയുടെ സ്വർഗം ഞങ്ങളിലേക്ക് തുറക്കണമേ, അവിടുത്തെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗം തുറക്കപ്പെടട്ടെ. ഈ ആരാധനയിൽ, ഈ പ്രാർത്ഥനയിൽ സ്വർഗത്തിന്റെ വലിയ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇതുവരെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഭക്ഷിച്ച എല്ലാ നന്മകളെയും, പ്രത്യേകിച്ച് ഈ ദൈവകരുണയുടെ വിശുദ്ധ സങ്കേതത്തിലൂടെ ദൈവം നമ്മളിലേക്ക് ഭക്ഷിച്ച എല്ലാ നന്മകളെ ഓർത്ത് ഉച്ചത്തിൽ ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി സ്തുതിക്കാം. ഈശോയെ ആരാധന, ദൈവമേ ആരാധന, നന്ദി ആരാധന. ഈശോയെ എല്ലാ മക്കളെയും നിന്റെ കരുണയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ അവിടുത്തെ വലിയ കൃപകൾ ഞങ്ങളിലേക്ക്, ഈ ആരാധന സമൂഹത്തിലേക്ക്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്കും സ്വർഗത്തിന്റെ കരുണയുടെ വലിയ അഭിഷേകം നീ ഭക്ഷിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ നന്മകളെ ഓർത്ത്, എല്ലാ കൃപകളെ ഓർത്ത്, എല്ലാ അഭിഷേകത്തെ ഓർത്ത് യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് കരങ്ങൾ കൂപ്പാം, ഈശോയെ നോക്കാം, ഒത്തിരി സ്നേഹത്തോടെ നോക്കാം, ഒത്തിരി നന്ദിയോടെ ഓർക്കാം, ഹൃദയം നിറയുന്ന സ്നേഹത്തോടെ നോക്കാം. എൻ്റെ ഈശോ, ഒരിക്കൽ കൂടെ ഈ വലിയ ദൈവാനുഗ്രഹത്തിന് ദിനം ഏറ്റവും പ്രത്യേകമായി നമ്മയൊക്കെ വിശ്വാസത്തിൽ ജനിപ്പിച്ച തോമാസ് ശ്ലീഹായുടെ ഈ പുതു ഞായർ ദിനം ദൈവത്തിൻ്റെ വലിയ കരുണ ജീവിതത്തിൽ ഏറ്റുവാങ്ങി അത് സ്നേഹത്തിൻ്റെ സുവിശേഷമാക്കി മാറ്റിയ കരുണയുടെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ദിനം ഈശോയുടെ മുമ്പിലാണ്. നമുക്ക് ഒരു നിമിഷം നോക്കാം അവനെ, സ്നേഹത്തോടെ നോക്കുന്ന അവനെ നോക്കാം. ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി ഇന്ന്. കാരണം അടുത്തും അകലങ്ങളിലുമായി ഈശോയുടെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവൻ നമ്മെക്കുറിച്ച് അഭിമാനിക്കുകയാണ്, അവൻ നമ്മളെക്കുറിച്ച് സന്തോഷിക്കുകയാണ്. അതിൻ്റെ ഉത്തരമായി, അതിൻ്റെ പ്രതിഫലനമായി അവൻ്റെ വലിയ കരുണ, അവൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുക്കുകയാണ്. ഈശോയെ, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യയല്ല, ഒത്തിരി പാപത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോയ വ്യക്തിയാണ്. പൗലോസ് ശ്ലീഹ ചങ്ക് പൊട്ടി പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്ത വ്യക്തിയാണ്. എങ്കിലും അത് നോക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക്, പാപത്തിൻ്റെ വഴികളിലേക്ക് നോക്കാതെ എല്ലാം മറന്ന് എന്നെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് അവൻ്റെ കൃപയുടെ വലിയ അഭിഷേകം തന്ന് എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഒരു നിമിഷം നമുക്ക് ഈശോയെ നോക്കാം, മൗനമായി ഈശോയെ നോക്കാം, ദിവ്യ കാരുണ്യത്തെ നോക്കാം. ആ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഈശോയെ എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ കൃപയുണ്ടാകണേ. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നല്ലോ. നീ അവസാനം എല്ലാവരോടും പറഞ്ഞത്, നീ ലോകമെങ്ങും പോയി
നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം കരുണയുടെ സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. എല്ലാവരെയും അറിയിക്കാൻ ഈശോയെ ഈ പുണ്യദിനത്തിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹം എൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് കരുണയാകാൻ, മറ്റുള്ളവരെ നിന്റെ കരുണയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ കൃപയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് ലോകം മുഴുവൻ തമ്പുരാൻ്റെ കരുണ അറിയണം, അവൻ്റെ സ്നേഹം അറിയണം, അവൻ്റെ സ്നേഹത്തിലേക്ക് എല്ലാവരും കടന്നു വരണം. അത് നമ്മുടെ നിയോഗമാകണം. അനിയോഗമായ ഒരു നിമിഷം മൗനമായി ഈശോയെ നമുക്ക് നോക്കാം, എന്നോട് പറയാം എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ നിയോഗങ്ങൾ എല്ലാം ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നിയോഗം വെച്ച് ഈ വിശുദ്ധ നിമിഷങ്ങളിൽ നമുക്കാകാം. പ്രിയമുള്ളവരെ, ദൈവകരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ അടുത്തും അകലെയായി നമ്മളെല്ലാവരും ഈശോയുടെ സ്നേഹത്തിൽ ആയിരിക്കുകയാണ്. കരുണയുടെ പരിശുദ്ധ പിതാവായ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ വിളിച്ചത് തീയെന്നാണ്, അഗ്നി എന്നാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിക്ക് മുമ്പിലാണ്, തീയുടെ മുമ്പിലാണ്. നമ്മയൊക്കെ ചൂട് പിടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ അഗ്നിക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും. ഈശോയെ ആരാധിക്കാൻ, ഈ ദിവസത്തിൻ്റെ കൃപകളെ ജീവിതത്തിൽ സ്വീകരിച്ച് ഒരു പക്ഷം മുഴുവൻ ആ സ്നേഹത്തിൻ്റെ കരുണയുടെ ചൂടിനാൽ അഭിഷേകം ചെയ്യപ്പെടാൻ നന്ദിയോടെ ഈശോയെ നോക്കിക്കൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് ഏറ്റവും പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയാം. ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ ആരാധന ദൈവത്തിൽ നന്ദി പറയുന്നു. ദൈവം തന്ന എല്ലാ കൃപകളെ നന്ദിയോടെ ഓർക്കുന്നതാണ് വലിയൊരു ഭാഗ്യമല്ലേ. കുറേ നിമിഷം എൻ്റെ ഈശോയോട് കൂടെ ആകുവാൻ കഴിഞ്ഞത്, അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത്, നമുക്ക് നന്ദിയുണ്ടാകണം. ഈശോ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ ഈശോ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരു വിജാതിയൻ മാത്രം തിരിച്ചു വന്നപ്പോൾ അവൻ ചങ്കുപൊട്ടി ചോദിച്ചില്ലേ, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിനെ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയോ? നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ആദ്യമായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വ്യക്തിപരമായി ദൈവം അതുപോലെ എന്നെ സ്നേഹിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അവൻ്റെ കാരുണ്യം, അവൻ്റെ സ്നേഹമാണ്. ദൈവം ഒത്തിരി നമ്മൾ തന്നു. പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡ് കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുമ്പിലാണ് ദൈവം ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ചു. പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എന്താണോ അത് ദൈവകൃപയാലാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ല കൃപകളെ ഓർക്കാം. നമുക്ക് ദൈവം തന്ന എല്ലാ കൃപകൾ, ദൈവം എന്നോട് കാണിച്ച വലിയ കാരുണ്യം, ഈ ദൈവ കരുണയുടെ തിരുനാൾ ദിനം നമുക്ക് ഓർക്കാം. വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദൈവം തന്ന എത്രയോ കൃപകളുണ്ട്. എത്രയോ രോഗങ്ങളിൽ നിന്ന് നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്ത്, ഈ ദൈവ കരുണയുടെ സ്ഥലത്ത് എത്ര വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ചു. ശാരീരികമായി
ഒരു കോവിഡിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ആരുടെയും മിടുക്കൊണ്ടൊന്നുമല്ല, നമ്മുടെ കരുതൽ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാണ്. ആകയാൽ ദൈവം നമുക്ക് തന്ന നമ്മുടെ ശരീരത്തിൽ നമ്മെ ദൈവം തന്ന എല്ലാ കൃപകളെ നമുക്ക് ഓർക്കാം. നമ്മുടെ മനസ്സിനെ ഓർക്കാം. നമ്മുടെ മനസ്സിൽ തമ്പുരാൻ തൊട്ട നിമിഷമുണ്ട്, അവിടുന്ന് അനുഗ്രഹിച്ച നിമിഷമുണ്ട്. ഒരു പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലെ ആകുലതകളിലൂടെ കടന്നുപോയ സമയമുണ്ട്. നമ്മൾ ഒത്തിരി നിരാശപ്പെട്ട സമയമുണ്ട്. നാളത്തെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച നിരാശപ്പെട്ട നിമിഷം, അവിടെയൊക്കെ അവൻ്റെ സ്വാന്തന സ്പർശനം, ഈശോയുടെ ദൈവകരുണയുടെ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വാന്തന സ്പർശനം ഈശോ എനിക്ക് തന്നില്ലേ? നന്ദിയോടെ ഓർക്കണ്ടേ? ദൈവമേ, ഓർക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൽ, ഈ പുതു ഞായറിൽ നീ എൻ്റെ മനസ്സിനെ സ്വാന്തനപ്പെടുത്തിയ, എൻ്റെ മനസ്സിൻ്റെ മുറിവുകളിൽ നിന്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് തൊട്ട് സൗഖ്യമാക്കിയ എല്ലാ നിമിഷങ്ങളെ നന്ദിയോടെ ആരാധനയോടെ ഓർക്കൈശോയെ. വീണ്ടും എൻ്റെ ആത്മാവിനെ അവന് അവിടുന്ന് അലങ്കരിച്ചില്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകം 3:21-26 ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ, അവർ കരഞ്ഞപ്പോൾ, അവർ ചങ്കുപൊട്ടി ദൈവത്തെ വിളിച്ചപ്പോൾ 3:26 ഉൽപ്പത്തി, ദൈവം അവരെ ഉടയാട ധരിപ്പിച്ചെന്ന്. എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ഫലമായി മലീമനസ്സമായ വിശുദ്ധിയുടെ ആത്മാവിലെ വെള്ളവസ്ത്രത്തെ മാറ്റി അവിടുന്ന് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിപ്പിച്ചില്ലേ? ദൈവം നമ്മെ തൊട്ടില്ലേ? ശക്തി തന്നില്ലേ? അവൻ്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള വലിയ കൃപ തന്നില്ലേ? അവിടുത്തെ ആരാധിക്കാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ മുന്നേറാൻ ശക്തി തന്നില്ലേ? നന്ദി പറയാം. ഈ കരുണ ദിനം നമ്മളെ വ്യക്തിപരമായി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുന്ന് നമ്മുടെ മേൽ നിർക്കളമായി ഭക്ഷിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് നമുക്കൊരിക്കൽ കൂടെ അവൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്താം. നമ്മുടെ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ വ്യക്തിപരമായി ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകളെ ഓർക്കാം. എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് കരുണ കൊണ്ട് തൊട്ട് അനുഗ്രഹിച്ച എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഇതാ കരങ്ങൾ ഉയർത്തുന്നു. ഇതാ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നീ തന്ന എല്ലാ കൃപകളെ ഓർക്കുക. ഈ കൃപകളെ ഓർത്ത് സ്വർഗത്തെ ഞങ്ങൾ തൊടുക. സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്താം. ദൈവമേ, സ്വർഗത്തിന്റെ വലിയ അഭിഷേകത്താൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ ഈശോയെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ആരാധന ആരാധന, സ്തുതി സ്തുതി മഹത്വം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. കരുണയുടെ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് സ്വർഗം ഞങ്ങളിലേക്ക് തുറന്നതിനെ ഓർത്ത് സ്വർഗത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക് ഭക്ഷിച്ചതിനെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പാപേ നന്ദി. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവപിതാവേ സ്നേഹദാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ തിരുനാളിൻ്റെ ആരാധനയിൽ സജീവമായിട്ട് അടുത്തും അകലെയായിട്ട് പങ്കുചേരുന്നത് ദൈവകരുണയുടെ വിശുദ്ധ സ്ഥലമായ തൊടുപുഴ ഡിവൈൻ മേഴ്സിയിൽ നിന്നാണ്. ഈ സ്ഥലത്തെ കൂടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇങ്ങനെ ഒരു സ്ഥലം ദൈവം തിരഞ്ഞെടുത്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്താൽ കരുണയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ഇരിപ്പിടമായ ഈ സ്ഥലം. അമ്മ കരുണയുടെ അമ്മയാണ്, പ്രവാചകയാണ്. ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. ഈ സമയമെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. ഈ ആരാധനയിൽ അമ്മയുടെ നിറസാന്നിധ്യമാണ്. അമ്മ നമ്മുടെ അടുത്തിരുന്നു നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. അമ്മയുടെ നിറസാന്നിധ്യമുള്ള പരിശുദ്ധ സാന്നിധ്യമുള്ള ഈ സ്ഥലത്തെ ദൈവം കരുണയുടെ ഈറ്റിലമായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈ വിശുദ്ധ സ്ഥലത്തിന് ഇതുവരെ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകളെ നന്ദിയോടെ ഓർത്ത്, ദൈവമേ, കൂടുതൽ പേര് നിന്റെ സ്നേഹം അറിയാൻ, സ്വീകരിക്കാൻ, പങ്കുവയ്ക്കാൻ, കരുണയുടെ പ്രേക്ഷിതരാകാൻ കൂടുതൽ ഈ സ്ഥലത്തെ ഒരുക്കണേ. ഇവിടെയുള്ള എല്ലാവരെയും, ഇവിടെയുള്ള വൈദികരെ, സമർപ്പിതരെ, ഇവിടുത്തെ ആത്മായ പ്രേക്ഷിതരെല്ലാം ശക്തി കൊടുക്കണേ. ഒത്തിരി ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ഉറവയാകെ സ്രോതസ്സാകാൻ ഈ സ്ഥലത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടേതായിട്ടുള്ള നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുക, ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. നമുക്കൊരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി ഈ പ്രാവശ്യം ഉയർത്തിപ്പിടിച്ച കരങ്ങളിലെ സഭയെ, എല്ലാ വൈദികരെ, സന്യസ്തരെ, മെത്രാന്മാരെ, മാർപ്പാപ്പമാരെ, സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ, ആത്മായരെ, വിദ്യാർത്ഥിനികളെ, യുവാക്കന്മാരെ, രോഗികളെ, അസ്വസ്ഥതയുള്ളവരെ, എല്ലാവരെയും, എല്ലാ സഭയുടെ മക്കളാണ്. ഇവരെല്ലാവരെയും പ്രത്യേകമായി ഈ വിശുദ്ധ സ്ഥലത്തെ ഡിവൈൻ മേഴ്സിയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, സഭയിലേക്കും ഈ വിശുദ്ധ സ്ഥലത്തേക്കും ഈ ദിവസം കരുണയുടെ വലിയ കൃപയൊഴുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സഭയിലൂടെ ഒത്തിരി പേര് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകമുള്ളവരാകാൻ ഈ വിശുദ്ധ ഡിവൈൻ മേഴ്സിയിലൂടെ ദൈവത്തിൻ്റെ കരുണ ജീവിതത്തിൽ ഏറ്റുവെക്കാൻ കൃപ തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ, സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് ഭക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് നമ്മുടെ ചങ്കപ്പെട്ടുള്ള നൊമ്പരങ്ങളെല്ലാം ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ഉച്ചത്തിൽ ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കാം. യേശുവേ നന്ദി, സ്തുതിക്കാം. സ്വർഗം തുറക്കണമേ, കരുണ ഒഴുക്കണമേ, കരുണയുടെ വലിയ പ്രവാഹം ഞങ്ങളിലേക്ക് നീ മഴയായി ഭക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന സമർപ്പിക്കുന്നു. ശക്തി ദാനം അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾക്കുപ ദീപികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. എല്ലാ കൃപകളും തരുന്ന ഈശോയെ നോക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിനം, ഈ കരുണയുടെ തിരുനാൾ ദിനം, ഈ 9 ദിവസങ്ങളിൽ നവേനയിലെ നിയോഗം വെച്ചതെല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് കൊണ്ടുവരാം. ഈശോ തരും, ഉറപ്പാണ്. അവൻ കരുണയുള്ളവനാണ്. കരുണയുടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് ഈശോയെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ചങ്ക് പൊട്ടി സമർപ്പിക്കാം. വേദനകളെല്ലാം സമർപ്പിക്കാം. കണ്ണുനീരെല്ലാം ഇവിടെ ഞങ്ങൾ കൊണ്ടുവരിക. നീ എടുക്കണം, വേദനകളെ എടുക്കണം, നീ ആശീർവദിക്കണം, വിശുദ്ധീകരിക്കണം, നന്മയായി മാറ്റണം. നമുക്ക് ഈശോയെ നോക്കി, ഈശോയത നിങ്ങളെ എല്ലാം തന്നതിനെല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ യുവതികളെ, യുവാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, അവരൊക്കെ ദൈവത്തിൻ്റെ കരുണ അറിയുന്നവരാകും, കരുണയുടെ പ്രേക്ഷിതരാകുക, കരുണയുടെ വ്യക്താക്കളാകാൻ ഈശോയെ ഇവരെ ഏറ്റവും പ്രത്യേകമായി 2023 ദൈവ കരുണയുടെ തിരുനാൾ ദിനം അവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈശോയെ കൂടുതൽ കൃപകളാൽ നിങ്ങൾ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി ഈശോയെ നീ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ കരുണ സ്വീകരിച്ചാൽ പോരാ, നീ മറ്റുള്ളവർക്കെയും പങ്കുവയ്ക്കണം. ഈശോയുടെ വലിയ ആഗ്രഹത നമ്മുടെ ഈ സ്നേഹം കൃപകൾ നമ്മളിൽ ഒതുങ്ങരുത്, അത് നമ്മളിൽ നിന്ന് ഒഴുകണം. ദൈവത്തിൻ്റെ കരുണ ഈ ദിവസം ഈ ആരാധനയിൽ നമ്മെ വേട്ടയാടുന്ന ഒരു ചോദ്യം ഉണ്ടാകട്ടെ. ഇത്ര നാൾ ഞാൻ ഈശോയുടെ കൂടെ ആയിട്ട് ഇത്രമാത്രം അവൻ്റെ ദിവ്യകാരുണ്യം എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സിരകളിലൂടെ അവൻ്റെ രക്തം ഒഴുകിയിട്ട് ഒരാളെങ്കിലും എന്നിലൂടെ ഈശോയുടെ കരുണയെ കണ്ടു. നമുക്ക് ഓർക്കാം, ആരോട് ചേർത്ത് വയ്ക്കാം. ഒരാളെങ്കിലും എന്നിലൂടെ ഈശോയെ കണ്ടു, ഈശോയുടെ കരുണ കണ്ടോ. നമുക്ക് കരുണയുടെ പ്രവാചകരാകണം, കരുണയുടെ പ്രേക്ഷിതരാകണം. അതിനുള്ള കൃപ കൂടെ ഈശോ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള അവസരമായിട്ട് ഈ തിരുനാളുകൾ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ചങ്ക് പൊട്ടുന്ന എല്ലാ നൊമ്പരങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് മുട്ടുമേ നിന്നുകൊണ്ട് ഈശോയുടെ വലിയ ആശീർവാദത്തിനായി, ഈ ദിവസത്തെ കരുണയുടെ വലിയ ആശീർവാദത്തിനായി നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും വലിയ അഭിഷേകമായിട്ട് പറഞ്ഞിറങ്ങാൻ പെയ്തിറങ്ങാൻ ആഗ്രഹിച്ച് സ്വതാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനു നീ മോചനമേകി ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദമാണ്. ദൈവകരുണയുടെ പുതിയ ഞായറാഴ്ച ഈശോയുടെ വലിയ ആശീർവാദമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.